ചാർലി ചാപ്ലിനും ഇന്ത്യൻ സിനിമയിലെ ഹാസ്യവും വോളിയം 1 1889 മുതൽ 1977 വരെ ഇംഗ്ലീഷ് സിനിമാ പ്രേക്ഷകരെ ഏറെ സ്വാധീനിച്ച നടനും സംവിധായകനും കൊമേഡിയനുമായിരുന്നു ചാർലി ചാപ്ലിൻ. 1914 ഫെബ്രുവരി 2 റിലീസായ മേക്കിംഗ് ഓഫ് ലിവിംഗ് ആയിരുന്നു ചാർലി ചാപ്ലിന്റെ ആദ്യ സിനിമ. ഒരു റീൽ ആയിരുന്നു 1914 ഇറങ്ങിയ ചാർലി ചാപ്ലിന്റെ സിനിമകളുടെ ദൈർഘ്യം. ആക്ഷൻ കോമഡിയിലൂടെയും ഡയലോഗ് കോമഡിയിലൂടെയും ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും മികച്ച ഹാസ്യ നടനായിരുന്നു ചാർലി ചാപ്ലിൻ. 1928 റിലീസായ ഷോ പീപ്പിൾ ആയിരുന്നു ചാർലി ചാപ്ലിന്റെ അവസാന സിനിമ. 75 വർഷങ്ങൾ നീളുന്ന സിനിമാ ജീവിതത്തിൽ 85ഓളം സിനിമകൾ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിക്കുകയായിരുന്നു ചാർലി ചാപ്ലിൻ. തലയിൽ ബ്ലാക്ക് കളർ ചാപ്ലിൻ ക്യാപ്പും 11 മീശയും കോട്ടും സൂട്ടും കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുമായിരുന്നു ചാപ്ലിന്റെ ഗെറ്റപ്പ്. 75 വർഷം നീളുന്ന ചാർലി ചാപ്ലിന്റെ അഭിനയ മികവിൽ ലോകം മുഴുവൻ അംഗീകരിച്ച ഫിലിം പേഴ്സണാലിറ്റിക്ക് ഉടമയാകുകയായിരുന്നു ചാർലി ചാപ്ലിൻ എന്ന അഭിനയ പ്രതിഭ. ഹാസ്യരസം അതിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് മനുഷ്യ മനസ്സിലേക്ക്, മനുഷ്യന്റെ സിരകളിലേക്ക് പകർന്നു തന്ന അഭിനയ പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിന്റെ ഹാസ്യം പാശ്ചാത്യ ലോകത്തുണ്ടാക്കിയ സ്വാധീനം പോലെ തന്നെ ലോകം മുഴുവനും സ്വാധീനം ചെലുത്തി. ഈ സ്വാധീനത്തിൽ ബോംബെയിലെ സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ഇന്ത്യൻ സിനിമയിൽ ഹാസ്യരംഗങ്ങൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങി. ഇന്ത്യൻ സിനിമയിൽ ഹാസ്യം കൂടിക്കലർന്നത് എന്നാണെന്ന് ആധികാരിക രേഖകളൊന്നും ഇല്ല. പരിശോധനയിൽ കാണുന്നത് 30കളുടെ അവസാനം ഈ രസം സിനിമയിലെത്തിയെന്നാണ്. നിശബ്ദ സിനിമാ യുഗത്തിൽ ഇന്ത്യൻ സിനിമയിൽ ഹാസ്യത്തിന് തീരെ സ്ഥാനമില്ലായിരുന്നു. എന്നാൽ വിദേശ സംസാര സിനിമ ഇന്ത്യയിൽ എത്തിയതോടെ ഹാസ്യം തദ്ദേശ സിനിമയുമായി സങ്കലനം നടത്തി. ആദ്യകാലങ്ങളിൽ നിയതമായ ഭാവഭേദങ്ങൾ ഹാസ്യം പ്രകടിപ്പിക്കാൻ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ചാർലി ചാപ്ലിന്റെ സംസാരമില്ലാത്ത സിനിമകളിൽ ആക്ഷൻ കോമഡിയിലൂടെ ചാപ്ലിൻ വളരെ മനോഹരമായി ഹാസ്യം കൈകാര്യം ചെയ്തിരുന്നു. ഇത് ലോക പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇന്ത്യൻ സിനിമയിലാകട്ടെ ഹാസ്യ നടന്മാർക്ക് അക്കാലത്ത് സർക്കസിൽ കോമാളികൾക്കുള്ള സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. കഥയുടെ ഒഴുക്കുമായി ഇവരുടെ പ്രകടനത്തിന് യാതൊരു കണക്ഷനും ഉണ്ടായിരുന്നില്ല. ഹാസ്യം എന്ന പേരിൽ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ചാർലി ചാപ്ലിന്റെ സ്വാധീനം ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായതു മുതൽ ചാർലി ചാപ്ലിന്റെ മുറിമീശയും അംഗചലനങ്ങളും അനുകരിക്കാൻ കഴിയുന്നവരെ തിരഞ്ഞുപിടിച്ച് സിനിമയിൽ അഭിനയിപ്പിച്ചു തുടങ്ങി. പക്ഷേ ഇതോടെ ചാപ്ലിന്റെ വികൃത അനുകരണങ്ങൾ ഇന്ത്യൻ സിനിമയിൽ പിറന്നു. രഞ്ജിത്ത് മൂവി ടോണിന്റെ ചാർലി, ലോറൽ ഹാർഡിക്ക് പകരമുള്ള ദീക്ഷിത് ഘോരി തുടങ്ങിയവരായിരുന്നു പാശ്ചാത്യ ഹാസ്യ താരങ്ങളുടെ ഇന്ത്യൻ പതിപ്പുകൾ. എന്നാൽ ബോംബെ ടാക്കീസിലെ VH ദേശായി അല്പം തദ്ദേശീയനായി. ബന്ധൻ, കങ്കൺ, കിസ്മത്ത് തുടങ്ങിയ സിനിമകളിലെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ അനുകരണമുക്തമായിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങൾ പൊതുവെ ബുദ്ധിമാന്യം സംഭവിച്ചവരായിരുന്നു എന്ന ധാരണയായിരുന്നു ഇന്ത്യയിലെ കഥയെഴുത്തുകാർക്ക്. സ്ത്രീവേഷം കെട്ടിച്ച് തുള്ളിച്ചാടിക്കലും ഓടിക്കലുമൊക്കെ ആദ്യകാല ഹിന്ദി സിനിമയിൽ ഹാസ്യത്തിന്റെ പേരിൽ സ്ഥിരം കാഴ്ചകളായിരുന്നു. പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിൽ ഹാസ്യരംഗങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വേറിട്ട ശൈലി വന്നെങ്കിലും അതും അനുകരണമായി. കിഷോർ സാഹുവിന്റെ കാൻവാര ബാപ്പ് പോലുള്ള സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. ജിഞ്ചർ റോജേഴ്സ് അഭിനയിച്ച ബാച്ചിലർ മദറിന്റെ കോപ്പിയടിയായിരുന്നു കാൻവാര ബാപ്പ്. ചില സിനിമകളിൽ ഹാസ്യ നടന്മാരായി മാറിയിരുന്ന രാജ് കപൂറും അശോക് കുമാറും പക്ഷേ ഈ മേഖലയിൽ ഉറച്ചു നിന്നില്ല. ഷിക്കാറിലെ അശോക് കുമാറിനെ പിന്നീട് ആ വേഷത്തിൽ കണ്ടിട്ടേയില്ല. ഹിന്ദി സിനിമയിൽ മുഴുനീള കൊമേഡിയൻ സിനിമകൾ അക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ മുഴുനീള ഹാസ്യ സിനിമയെന്ന് വിളിക്കാവുന്നത് ബോംബെ ടാക്കീസിനു വേണ്ടി 1935 JS കശ്യപ് എഴുതി സംവിധാനം ചെയ്ത മിയ ബീബിയാണ്. കശ്യപ് തന്നെ നായകനായ സിനിമയിൽ നായിക ദേവിക റാണിയായിരുന്നു. ഇതേസമയം മറാഠി സിനിമയിൽ ആദ്യകാലത്ത് നല്ല ഹാസ്യ സിനിമകൾ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ബ്രാൻഡി ബോതൽ, അർദ്ധാംഗി, ലഗ്ന പഹാവെ കരൂർ, അമൃത്, ബ്രഹ്മചാരി, സർക്കാരി പാഹുണെ, പേഗ് ദാവജെ ഷഹാനെ തുടങ്ങിയ സിനിമകൾ ഉദാഹരണങ്ങളാണ്.
പൊതുവെ വികാരങ്ങൾക്ക് ദൗർലഭ്യത ഉള്ളവരായിരുന്നതിനാലാകണം പൊതുവെ ബംഗാളി സിനിമകളിൽ ഹാസ്യം കുറഞ്ഞുപോയത്. ആദ്യകാലത്ത് ബംഗാളിൽ വളരെ കുറച്ച് ഹാസ്യ സിനിമകളെ ഇറങ്ങിയിട്ടുള്ളൂ. ആദ്യകാലത്ത് ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമയായ മിസ് മേരിയുടെ മൂലസ്ഥാനമെന്ന് വിളിക്കുന്ന മനോന്മയി ഗേൾസ് സ്കൂൾ, സത്യജിത് റേയുടെ പർഷ് പഥർ എന്നിവയായിരുന്നു ബംഗാളിലെ പഴയകാല ഹാസ്യ സിനിമകളിൽ പേരെടുത്തത്. തമിഴിലാകട്ടെ ഹാസ്യം ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യകാലത്തെ തമിഴ് സിനിമകൾ നോക്കിയാൽ ഹാസ്യം സ്ഥാനത്തും അസ്ഥാനത്തും കുത്തിത്തിരികിയിരുന്നതായി കാണാം. തമിഴർക്ക് ഹാസ്യരസം കൂടുതലായിരുന്നതിനാലായിരിക്കണം ഹാസ്യത്തിന്റെ അതിപ്രസരം തമിഴ് സിനിമകളിൽ കണ്ടിരുന്നത്. മനം പോലെ മംഗല്യം, കല്യാണം പണിപ്പാർ, കാതലിക്ക നേരമില്ലേ, സർവസുന്ദരം, മണമകൾ തുടങ്ങിയ സിനിമകൾ ഹാസ്യത്തിന് പ്രാധാന്യമുള്ള തമിഴ് സിനിമകൾ ആയിരുന്നു. നാഗേഷും തങ്കവേലുവുമൊക്കെ അക്കാലത്തെ തമിഴിലെ മികച്ച ഹാസ്യ താരങ്ങളായിരുന്നു. ഇനി മലയാള സിനിമയിലെ ഹാസ്യത്തിലേക്ക് വരാം. കൂത്ത്, കൂടിയാട്ടം, തുള്ളൽ തുടങ്ങിയ രംഗകലകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ സിനിമയ്ക്ക് നിലവാരമുള്ള ഹാസ്യസമ്പത്ത് അവകാശപ്പെടാൻ എന്തുകൊണ്ടും അർഹതയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ നടൻ എന്ന് അവകാശപ്പെടുന്നത് ബാലൻ മുതലുള്ള സിനിമകളിൽ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ കൂനമ്മാവുകാരൻ ലോനനാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളൊന്നും വിലയിരുത്തലിന് ആർക്കൈവ്സുകളിൽ പോലും ലഭ്യമല്ല. മലയാള സിനിമയിലെ തുടക്കകാലത്തെ ഹാസ്യതാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് SP പിള്ളയും അടൂർ ബാസിയും ബഹദൂറുമൊക്കെയാണ്. ഇവർ ഹാസ്യം മാത്രമല്ല ഏതുതരം വേഷങ്ങളും കൈകാര്യം ചെയ്യുവാനും കഴിവുള്ള കലാകാരന്മാരാണെന്ന് തെളിയിക്കപ്പെട്ടവരാണ്. മറുനാട്ടിൽ ഒരു മലയാളി, ലേഡീസ് ഹോസ്റ്റൽ, മാസപ്പടി മാധുപിള്ള, ബ്രഹ്മചാരി തുടങ്ങിയ ആദ്യകാല ഹാസ്യ സിനിമകൾ തൊട്ട് ഇങ്ങോട്ട് എണ്ണിയാലൊടുങ്ങാത്ത സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സിദ്ദിഖ് ലാൽമാരും സത്യനന്ദിക്കാടും പ്രിയദർശനും രാജസേനനുമൊക്കെ മലയാളത്തിൽ നിലവാരമുള്ള ഹാസ്യ സിനിമകളുടെ സൃഷ്ടാക്കളാണ്. ജഗതി ശ്രീകുമാറും ഇന്നസെന്റും മാമുക്കോയയും മാള അരവിന്ദനും കുതിരവട്ടം പപ്പുവും സലീം കുമാറും സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ മലയാളത്തിന്റെ ഹാസ്യ പാരമ്പര്യം ഒട്ടും നിലവാര തകർച്ചയില്ലാതെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുവാൻ ശങ്കിക്കേണ്ട.